പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2025 സെപ്റ്റംബർ മാസം 19-ാം തീയതി വെള്ളിയാഴ്ച. ജീവജലം ശ്രവിക്കുന്ന ഏവർക്കും ഈ ദിനം എല്ലാ നിലകളിലും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 41-ാം വാക്യം. സെയിന്റ് മാർക്ക് ചാപ്റ്റർ 9 വേഴ്സ് 41 നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ ആ നാമത്തിൽ ആരെങ്കിലും ഒരു പാനപാത്രം വെള്ളം നിങ്ങൾക്ക് കുടിപ്പാൻ തന്നാൽ അവന് പ്രതിഫലം കിട്ടാതിരിക്കയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. യേശുവും ശിഷ്യന്മാരും കഫർന്നഹൂമിൽ എത്തുന്നു. അവിടെ വെച്ച് യോഹന്നാൻ യേശുവിനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ വഴിയിൽ വെച്ച് ഒരു ശുശ്രൂഷകനെ കണ്ടു. അദ്ദേഹം അങ്ങയുടെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു. എന്നാൽ നമ്മളെ അനുഗമിക്കാത്തത് കൊണ്ട് ഞങ്ങൾ ആ ആളെ വിലക്കി. ഇത് കേട്ട് യേശു പറയുകയാണ്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമുക്ക് പ്രതികൂലം അല്ലാത്ത ആൾ നമുക്ക് അനുകൂലമാണ്. അദ്ദേഹം ചെയ്ത് നമുക്ക് പ്രതികൂലമായ ഒരു കാര്യമല്ല. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ മറ്റൊരിടത്ത് ചെയ്യുകയാണ്. മാത്രമല്ല, അങ്ങനെ എൻ്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരാൾക്ക്, ഇത്രത്തോളം അത്ഭുതങ്ങൾ നടത്തുന്ന ഒരാൾക്ക് എളുപ്പം തന്നെ മറുത്തു പറയുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ശുശ്രൂഷയ്ക്ക് അതിൻ്റെതായിട്ടുള്ള മഹത്വമുണ്ട്, അനുഗ്രഹമുണ്ട്, പ്രതിഫലമുണ്ട്. അതിനുശേഷം യേശു യോഹന്നാനോടും കൂടെയുള്ള മറ്റ് ശിഷ്യന്മാരോടും പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ ആകയാൽ നിങ്ങൾക്കാരെങ്കിലും ഒരു പാനപാത്രം വെള്ളം കുടിപ്പാൻ നൽകിയാൽ അതിൻ്റെയും പ്രതിഫലം ലഭിക്കാതെ ഇരിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് സത്യമായി പറയുന്നു. യേശു പറയുകയാണ്, നിങ്ങൾ പറഞ്ഞല്ലോ എൻ്റെ നാമത്തിൽ ഒരാള് ഭൂതങ്ങളെ പുറത്താക്കുന്നു. അതെ, അവനെ വിലക്കരുത്. അവനും ക്രിസ്തുവിന്റെ ദാസനാണ്. നമ്മോടൊപ്പം ചേർന്ന് നടന്ന് ആ ശുശ്രൂഷ ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹവും ക്രിസ്തുവിനുള്ളവരാണ്, നിങ്ങളും ക്രിസ്തുവിനുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകിയാൽ ആര് നിങ്ങൾക്ക് ഒരു പാനപാത്രം ജലം നൽകുന്നുവോ എന്ന് പറയുമ്പോൾ, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണ് എന്ന് മറ്റുള്ളവർ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്കല്ല, നിങ്ങൾ ക്രിസ്തുവിന്റെ ദാസന്മാരാകയാൽ ക്രിസ്തുവിന് നൽകുന്നതിന് തത്തുല്യമായി നിങ്ങൾക്ക് നൽകുമ്പോൾ നിങ്ങളല്ല അവർക്ക് പ്രതിഫലം കൊടുക്കുന്നത്. പക്ഷേ അവർക്ക് പ്രതിഫലം കിട്ടും, നിങ്ങളായിട്ട് കൊടുക്കുന്നുമില്ല. അപ്പോൾ ആരാണ് കൊടുക്കുന്നത്? നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകിയാൽ, ക്രിസ്തുവിനുള്ളവരാണ് എന്നവർ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടത് നൽകുമ്പോൾ നിശ്ചയമായും സ്വർഗത്തിലെ ദൈവം ആ നൽകിയവർക്ക് പ്രതിഫലം കൊടുക്കുന്നവൻ തന്നെയാണ്. ഈ പ്രഭാതത്തിൽ ദൈവമക്കളോട് വളരെ വ്യത്യസ്തമായ ഒരു ചിന്ത പങ്കുവെക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്നത്തെ ജീവജലത്തിൽ കൂടെ എന്നെ ആഹ്വാനം ചെയ്യുകയാണ്. നമ്മളൊക്കെ പലയിടങ്ങളിലായി
പല വിധത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. പല പല പേരുകളിൽ നാം അതിനെ വളർത്തുന്നു, ഉയർത്തുന്നു, പ്രവർത്തിക്കുന്നു. നാം ദശാംശം നൽകുന്നു, ദൈവമക്കളെ കരുതുന്നു, അനേക സുവിശേഷ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്നു. നാം പല ക്രൈസ്തവ ശുശ്രൂഷകളും സ്പോൺസർ ചെയ്യുന്നു. ഇതൊക്കെ നല്ലത് തന്നെയാണ്. നിശ്ചയമായും നമ്മൾ ഇവയെല്ലാം ചെയ്യണം. പക്ഷേ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മോട് വളരെ വ്യക്തമായ ഒരു കാര്യം പറയുന്നു. നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ പേരിനും പ്രശസ്തിക്കുമാണെങ്കിൽ നല്ല കാര്യം, അത് ആ വഴിക്ക് പോകട്ടെ. പിന്നെ അങ്ങനെയുള്ളവരെ തിരുത്തുവാൻ കഴിയുകയില്ലല്ലോ. അല്ല, ദൈവനാമത്തിൽ ദൈവവേലയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ ചെയ്യുന്നത്? അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്നും ശുശ്രൂഷ അനുഭവിക്കുന്ന വ്യക്തിയോ ഒരു സംഘടനയോ ഒരു കൂട്ടായ്മയോ ഒരു സഭയോ എന്തുമായിക്കൊള്ളട്ടെ, അവർ ക്രിസ്തുവിനുള്ളവരാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരുപക്ഷെ നിങ്ങൾ പ്രതിഫലം ഇച്ഛിച്ചായിരിക്കുകയില്ല ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ദൈവനാമത്തിൽ ചെയ്യുന്നതിന് ദൈവമാരുടെയും കടക്കാരനല്ല. ദൈവം പ്രതിഫലം നൽകും. പക്ഷെ ആ പ്രതിഫലം ലഭിക്കുവാനുള്ള ക്രൈറ്റീരിയ എന്നത് ക്രിസ്തുവിനുള്ളവർക്ക് വേണം ഞാൻ നിങ്ങളും ചെയ്യുവാൻ. വചനപ്രകാരം ഈ അന്ത്യകാലത്ത് ക്രിസ്തുവിന്റെ നാമം എടുത്തുകൊണ്ട് അനേകർ പല വിധങ്ങളിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ക്രൈസ്തവ ലോകം പണക്കൊഴുപ്പിന്റെ പെരുമയിൽ തകർന്നടിയുകയാണ്. വ്യക്തിദൈവങ്ങളും കൂട്ടുദൈവങ്ങളുമായി ഇതൊരു വലിയ കൂട്ടുകൃഷിയായി മാറിയിരിക്കുന്നു. അങ്ങനെ ഉള്ളിടത്ത് ചെയ്താൽ നമ്മുടെ കയ്യിലെ പണം പോയി എന്നുള്ളതും, മറ്റൊരു വിധത്തിൽ ദൈവനാമം ദുഷിക്കപ്പെട്ടു എന്നതും, വേറൊരു വിധത്തിൽ മറ്റൊരു ഭൂലോക കള്ളത്തരത്തിന് കൂട്ടുനിന്നു എന്നുള്ളതുമല്ലാതെ പ്രത്യേകാൽ ഒരു കാര്യവും നടക്കുന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മുടെ ആത്മീയ കാഴ്ചപ്പാടുകൾ വളരെ ഉയർന്നതായിരിക്കണം, ഗഹനമേറിയതായിരിക്കണം എന്ന് ചൂണ്ടിത്തരികയാണ്. ക്രിസ്തുവിനുള്ളവർക്ക് നിശ്ചയമായും ആത്മാർത്ഥതയോടെ, നിർബന്ധത്താൽ അരുത്, സന്തോഷത്തോടെ കൊടുക്കണം. അങ്ങനെയുള്ളവരെ കർത്താവ് സ്നേഹിക്കുന്നു. നിശ്ചയമായും ഈ ഭൂമിയിൽ വേണ്ട പ്രതിഫലം ഈ ഭൂമിയിലും വരുവാനുള്ള സ്വർഗീയ പരദീസയിൽ അവിടെയും നൽകി മാനിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവജനമേ, നാം കർത്താവിന് വേണ്ടി, ദൈവവേലയ്ക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി കൊടുക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടും വളരെ സൂക്ഷ്മതയോടും കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവനാമത്തിൽ ഞാൻ ചെയ്തു, ഞാൻ കൊടുത്തു, അവർ അങ്ങനെ അല്ലെങ്കിൽ ദൈവം അവരോട് ചോദിച്ചുകൊള്ളും. ഇങ്ങനെയാണ് നമ്മിൽ പലരും സമാധാനിച്ച് ചെയ്യുന്നത്. അങ്ങനെ ആവരുത്. ദൈവമക്കൾക്ക് വിവേകവും ബുദ്ധിയും പരിജ്ഞാനവും ദൈവം നൽകിയത് അത് ഉപയോഗിച്ചു വേണ്ടവണ്ണം ക്രമീകരിക്കാനാണ്. അതുകൊണ്ട് യേശു തന്നെ തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകിയാൽ നിങ്ങൾക്ക് ആരെങ്കിലും ആ നാമത്തിൽ ഒരു പാത്രം ദാഹജലം, വെള്ളം നൽകിയാൽ തമ്പുരാൻ അതിന്റെ പ്രതിഫലം കൊടുത്തിരിക്കും. പ്രിയ സഹോദരങ്ങളെ, ദൈവനാമത്തിൽ ആത്മാർത്ഥതയോടെ പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടുമല്ല, ദൈവരാജ്യത്തിനു വേണ്ടി, ദൈവ മക്കൾക്ക് വേണ്ടി ഉള്ളിന്റെ ഉള്ളിൽ നിന്നും നാം എന്ത് ചെയ്താലും
തമ്പുരാൻ അത് കണക്കിടും. വേദപുസ്തകം ആദിയോടന്തം അത് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ആകയാൽ നമ്മുടെ കഴിവ്, പ്രാപ്തി, പണം, സമയം, ഭവനം, വാഹനം, ആരോഗ്യം, താലന്തുകൾ നമ്മുടെ തലമുറ ഉൾപ്പെടെ ദൈവത്തിന് നൽകുവാൻ നാം തയ്യാറാകണം. അല്ലാതെ കുറെ പണം, ദശാംശം അതിലധികമോ കൊടുത്ത് ദൈവത്തെ കബളിപ്പിച്ച് സ്വന്തം കാര്യം നടത്താം എന്ന് ഒരിക്കലും ധരിക്കരുത്. നമുക്കിന്നുള്ളതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. അതിന്റെ എല്ലാം പങ്ക് ദൈവത്തിന് കൊടുക്കാൻ നാം ബാധ്യസ്ഥരുമാണ്. അല്ലാതെ കിട്ടുന്ന ശമ്പളത്തിന്റെയുമല്ല, പ്രോഫിറ്റിന്റെയോ നീക്കുബാക്കിയുടെയോ ഒരംശം കൊടുത്തിട്ട് ഇത് ദശാംശമാണെന്ന് സ്വയം അവകാശപ്പെടുകയും ദൈവമുമ്പാകെ നീതിയാണെന്ന് സ്വയം തെളിയിക്കപ്പെടുകയും ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ദൈവം നമ്മെപ്പോലെ പൊട്ടനല്ല. ദൈവത്തെ വിഡ്ഢിയാക്കാൻ നോക്കരുത്. നാം സത്യസന്ധമായി ദൈവമുമ്പാകെ ജീവിക്കണം, പ്രവർത്തിക്കണം, കൊടുക്കണം. അതുകൊണ്ട് നമ്മുടെ ദാനധർമ്മങ്ങൾ, സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ കാഴ്ചകൾ എങ്ങനെയായിരിക്കണം, എപ്രകാരമായിരിക്കണമെന്ന് യേശു തമ്പുരാൻ തന്റെ ശിഷ്യന്മാരോട് പറയുന്നു. നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ ആകയാൽ. ഞാനും നിങ്ങളും കർത്താവിനുള്ളവരാണോ? നാം പല നിലകളിൽ ചെയ്യുന്നതൊക്കെ കർത്താവിന്റെ നാമത്തിൽ യഥാർത്ഥമായി ശുശ്രൂഷിക്കുന്നവരിലാണോ എത്തിച്ചേരുന്നത്? നിശ്ചയമായും അതറിയേണ്ടതും ഉറപ്പുവരുത്തേണ്ടതുമായ ബാധ്യത ഒരു ദൈവ പൈതലിനുണ്ട്. ആ നിലകളിൽ നമ്മുടെ ശുശ്രൂഷകൾ ദൈവനാമ മഹത്വത്തിനാവട്ടെ, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കാകട്ടെ. അതിൽ ദൈവം പ്രസാദിച്ച് കർത്താവിന്റെ വരവ് വരെ നമ്മുടെ തലമുറയും അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മുടെ ആത്മീയ യാത്രയ്ക്ക് ഒരു പുതിയ വിചിന്തനത്തിന് കാരണമായി പ്രാർത്ഥനാപൂർവ്വം മുൻപോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഞങ്ങളുടെ ഉടയവനും പരിപാലകനുമാകുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ ഒരു പുതിയ ദിനം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയതിനായി സ്തോത്രം. ഞങ്ങൾ ക്രിസ്തുവിനുള്ളവർ ആണോ അല്ലയോ എന്ന് സ്വയം കണ്ടെത്തുവാൻ യേശു തമ്പുരാൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകളിലൂടെ ഇന്ന് ഞങ്ങളെ ഒരുക്കിയതിനായി സ്തോത്രം. ക്രിസ്തുവിനുള്ളവർക്ക് ദൈവമക്കൾ നിശ്ചയമായും ചെയ്യണമെന്നും തങ്ങളാൽ ആവോളം, അത് ഒരു പാത്രം ദാഹജലമാണെങ്കിൽ പോലും അതിനും ദൈവം കണക്കിട്ട് പ്രതിഫലം നൽകുന്ന ദൈവമാണെന്ന് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ ഓരോ പ്രവൃത്തികളും പ്രവർത്തനങ്ങളും ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ ഇടയാകണം. ഇന്ന് ദൈവവചനം കേട്ട് അവരവരെ തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കി പുനഃസമർപ്പണം ചെയ്ത എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണം. സ്വർഗീയ നന്മകളാലും കൃപകളാലും ഞങ്ങളെ പൊതിയണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഞാനും നിങ്ങളും ക്രിസ്തുവിൽ ഉള്ളവരാണ്. സുവിശേഷകരായ ദൈവ ദാസന്മാരെ, കർത്താവിന്റെ വയൽപ്രദേശത്ത് വേല ചെയ്യുന്ന ദൈവമക്കളെ, മറ്റുള്ളവർ നമ്മളെ ക്രിസ്തുവിനുള്ളവർ എന്ന് തിരിച്ചറിയുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അവർ നമുക്ക് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം നൽകിയാൽ ഏതെങ്കിലും നിലയിൽ ആ ദൈവജനത്തെ ശുശ്രൂഷിച്ചാൽ അവർക്ക് പ്രതിഫലം കിട്ടും. അതുകൊണ്ട് നമ്മളെ സഹായിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം നിശ്ചയമായി കൊടുക്കണം എന്നുള്ള തികഞ്ഞ ഉറപ്പ്, തികഞ്ഞ ആഗ്രഹം
നമുക്കുണ്ടാവട്ടെ. അങ്ങനെയാകുമ്പോൾ നാം 101% ക്രിസ്തുവിനുള്ളവരായി ജീവിപ്പാൻ ഇടയായിത്തീരും. അങ്ങനെ ദൈവരാജ്യത്തിൽ അന്യോന്യം അനുഗ്രഹം പങ്കിടുന്നവരായി തീരുവാൻ ഇന്നത്തെ വാഗ്ദത്ത വചനം മൂലം നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. അതിനായി നമ്മെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.